ഇന്ത്യ എന്ന മഹാരാജ്യം, ഇന്ത്യ വികസിക്കണം, ഇന്ത്യ ഉയരണം, നമ്മുടെ ഭാവി തലമുറക്ക് ജോലി കിട്ടണം. ഭാവി തലമുറ നമ്മുടെ യുവാക്കളും യുവതികളും ഈ വക ഫീൽഡിൽ വന്ന് അവർ ബിസിനസ്സുകാരായി മാറുകയും, കാരണം കേരളം ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. യങ് ടാലൻറ്റഡ് ഇൻ്റലക്ച്വൽ പോപ്പുലേഷനാണ്, യങ് പോപ്പുലേഷനാണ് കേരളത്തിൽ. അവരൊക്കെ നമ്മളുടെ ജനറേഷൻ, അടുത്ത ജനറേഷൻ വളരെ ബുദ്ധിയും പ്രാപ്തിയും കഴിവും തൻ്റെ ഇടവും അറിവുള്ളവരാണ്. അവരെ വളർത്തിയെടുക്കേണ്ടതാണ്. അവരുണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകളിൽ നമ്മളെ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് ആ സ്റ്റാർട്ടപ്പുകളെ വലുതാക്കേണ്ടതാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഈ ചേംബറിനെ പോലെ സംഘടനകൾ അത് ചെയ്യണം. ഞാൻ അബുദാബി ഹിസ് ഹൈനസ് അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വൈസ് ചെയർമാനായി എന്നെ അപ്പോയിൻ്റ് ചെയ്ത് ഞാൻ ടാസ്ക് സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ്. ആയതുകൊണ്ട് നമ്മുടെ ഭാവി തലമുറ ഇന്ത്യ വികസിക്കണം, അതുപോലെ കേരളം വികസിക്കണം. അതിനുവേണ്ടി നമ്മുടെ എല്ലാ സഹായങ്ങളും നമ്മുടെ ഭാവി തലമുറക്ക് ചെയ്തു കൊടുക്കണം. കാരണം ഞാൻ എല്ലാവരോടും പറയാറുള്ളത്, ഇന്ത്യ വികസിച്ചാൽ, കേരളം വികസിച്ചാലേ നമ്മുടെ ഭാവി തലമുറ വികസിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിദ്യാഭ്യാസം നിങ്ങൾ നോക്കൂ, എത്ര കുട്ടികൾ കേരളത്തിൽ പഠിക്കുന്നു, എത്ര കുട്ടികൾ കേരളത്തിന് പുറത്ത് പഠിക്കുന്നു, എത്ര കുട്ടികൾ ഇന്ത്യയുടെ പുറത്ത് പഠിക്കുന്നു. അതെന്താണ് പഠിക്കാൻ കാരണം? സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ ഇന്ന് കേരളത്തിൻ്റെ സുഗന്ധമേറ്റ് വളരേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഉടുപ്പിയിലും മംഗലാപുരത്തും ബാംഗ്ലൂരും ചെന്നൈയിലും ഹൈദരാബാദിലും കോയമ്പത്തൂരും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിൽ നടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പേപ്പറിലൂടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ കോളേജുകളുണ്ടെങ്കിൽ, കേരളത്തിൽ തന്നെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരോട് പോകേണ്ട ആവശ്യമില്ല. അത് കാലാകാലത്ത് വരുന്ന സർക്കാരുകൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഈ വിദ്യാഭ്യാസപരമായി കേരളത്തെ ഉയർത്തേണ്ട, അപ്പം വലിയ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ കേരളത്തിലുള്ളവർ മാത്രമല്ല പുറത്തുള്ളവരും വിദേശത്തുള്ളവരും ഇവിടെ വന്ന് പഠിക്കും. കാരണം കേരളത്തെപ്പറ്റി വളരെ പൊട്ടൻഷ്യലാണ്. കേരളത്തിലുള്ളവർ വളരെ ടാലൻറ്റഡാണ്. വി നോ ദ പീപ്പിൾ ടാലൻറ്റഡ്. അതാണ് കേരളത്തിലുള്ള എല്ലാവരുടെയും അഭിപ്രായം. അതാണ് കേരളത്തിലുള്ളവർ ബുദ്ധിയും പ്രാപ്തിയും. പക്ഷേ ഞാൻ എന്ന് പറയുന്നത്, കുറേ കേരളത്തിലുള്ളവർ ഇപ്പോൾ വളരെ അലസന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം അവർ മക്കൾ പോയി ഗൾഫിൽ പോയി മാസം വീതം നല്ല കാശ് കൊണ്ടുവന്ന്, അപ്പോൾ മാസം ഡ്രാഫ്റ്റും കാശൊക്കെ സമാധാനപരമായി കിട്ടി, അതിൽ നിന്നൊക്കെ ചിലവഴിച്ച് അവരുടെ ആ ചിന്താശക്തിയും ബുദ്ധിശക്തിയും പ്രാപ്തിയും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്കുള്ള ആ ഇൻ്റലക്ച്വൽ ചിന്ത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗൾഫിൽ നിന്ന് കാശ് വരുന്നുണ്ട്, പിന്നെ ആകെ അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിൽ മക്കളുണ്ടാവും, ചേട്ടനുണ്ടാവും, അനിയനുണ്ടാവും, കുടുംബം ഉണ്ടാവും, വേറെയുള്ളവരുണ്ടാവും. അപ്പോൾ കാശ് വരും. ആ ചിന്താഗതി മാറ്റി നമ്മൾ ചിന്തിക്കുകയും നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം.